ഞാനൊരു പുതിയ കഥ കൂടി പറയാം. കഥയുടെ പേര് ശിക്ഷ. ശിക്ഷയിലെ പ്രധാന കഥാപാത്രം രേണുക എന്ന ഒരു നേഴ്സാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്താണ് രേണുക ജനിച്ചു വളർന്നത്. പ്ലാന്തോടി എന്നായിരുന്നു വീട്ടുപേര്. രേണുകയുടെ അച്ഛൻ ഒരു മരപ്പണിക്കാരനായിരുന്നു. അമ്മ രാധമ്മയും അച്ഛൻ അപ്പുണ്ണിയും രേണുകയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു രേണുകയുടേത്. രേണുക പഠിക്കുവാൻ മിടുക്കിയായിരുന്നു. മറ്റു സ്വഭാവദൂഷ്യങ്ങളൊന്നും രേണുകയ്ക്കില്ലായിരുന്നു. തൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്നെ വളർത്തുന്നത് എന്ന ചിന്ത എന്നും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ അവൾ പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പാണ് എടുത്തത്. അവൾക്കൊരു നേഴ്സാകണം, ഇതായിരുന്നു അവളുടെ ആഗ്രഹം. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞിരുന്ന ആ കുടുംബം. രേണുക പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്കോടെ പാസ്സായി. തുടർ പഠനത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. മെറിറ്റിൽ തന്നെ BS നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ആ കുടുംബത്തിന്. എങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഓർത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ. പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ അത് കുറേശ്ശെ മാറി. രേണുകയുടെ മനസ്സിലെ ആഗ്രഹം നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം. തനിക്കൊരു ജോലി ഉണ്ടായാൽ അച്ഛൻ അല്പം വിശ്രമിക്കാം. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ എത്തണം. അങ്ങനെ ഒരുപാട് മോഹങ്ങൾ അവൾക്കുണ്ടായി. മാതാപിതാക്കളുടെ ആഗ്രഹം ഈ പഠനം കൂടെ കഴിഞ്ഞാൽ രേണുകയെ വിവാഹം കഴിപ്പിക്കണം. തങ്ങൾക്ക് പ്രായമായി വരികയാണ്. അതേ പ്രായക്കാരായ കുട്ടികളുടെ വിവാഹങ്ങൾ കഴിയുന്നത് കാണുമ്പോൾ വേവലാതി അവരുടെ മനസ്സിനെ അലട്ടി തുടങ്ങി. അങ്ങനെ രേണുകയ്ക്ക് വിവാഹാലോചനകൾ തുടങ്ങി. നല്ല ആലോചനകൾ ഒരുപാട് വന്നു. ഇതിനിടയിൽ നല്ല മാർക്കോടെ തന്നെ രേണുക നേഴ്സിംഗ് പാസ്സായി. രേണുകയ്ക്ക് ആയിടയ്ക്ക് ഗൾഫിൽ ജോലി നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിവാഹാലോചന വന്നു. അവർക്ക് പെണ്ണിനെ മാത്രം മതി, സ്ത്രീധനം വേണ്ട. കാരണം രേണുകയെ അവർക്ക് അത്ര കണ്ട് ഇഷ്ടമായി. കാരണം മറ്റൊന്നുമല്ല, സുന്ദരിയാണ് രേണുക. നല്ല ഗോതമ്പിൻ്റെ കളർ, ആവശ്യത്തിന് പൊക്കം, ചുരുണ്ട മുടി, പക്വതയുള്ള രൂപം, ആരെയും ആകർഷിക്കുന്ന രൂപം. രേണുകയുടെ വിവാഹം കഴിക്കുവാൻ വന്ന ചെറുപ്പക്കാരൻ്റെ പേര് രാമേന്ദ്രൻ. രാമേന്ദ്രൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. രേണുകയ്ക്ക് ചെറുക്കനെ ഇഷ്ടമായി. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം: എന്നെ ജോലിക്ക് പോകാൻ അനുവദിക്കണം. അതിനവർ തടസ്സം പറഞ്ഞില്ല. അങ്ങനെ ആ വർഷം ഓണത്തിന് അവരുടെ വിവാഹം നടന്നു. ഒരേ ഒരു മകളെ വിട്ടുപിരിയേണ്ടി വരുന്നത് ദുഃഖകരമാണെങ്കിലും അവൾ നന്നായി ജീവിക്കുമല്ലോ എന്നവർ ആശ്വസിച്ചു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം രേണുകയും ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. അവർ ഗൾഫിൽ ചെന്നധികം താമസിയാതെ തന്നെ രേണുകയ്ക്ക് ഒരു നല്ല ഹോസ്പിറ്റൽ നേഴ്സായി ജോലി കിട്ടി. അതിൽപ്പരം ഒരു സന്തോഷം രേണുകയ്ക്ക് വേറെ കിട്ടാനില്ലായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു രേണുകയുടെ ജീവിതം. രാമേന്ദ്രൻ ഒരു നല്ല കമ്പനിയിലായിരുന്നു ജോലി. നല്ല ശമ്പളവും ഉണ്ടായിരുന്നു. രേണുകയ്ക്ക് മാസം തോറും വീട്ടിലേക്ക് പണം അയച്ചു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ജീവിതം ഒരുവിധം നല്ല രീതിയിൽ കരുപിടിപ്പിച്ചു. ഇതിനിടയിൽ രേണുക ഗർഭിണിയായി. തങ്ങളുടെ ഇടയിലേക്ക് പുതിയ ഒരു അതിഥി കൂടി വരുന്നതറിഞ്ഞതോടെ സന്തോഷം അലതല്ലി അവരുടെ ജീവിതത്തിൽ. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.